അപ്പോൾ ചോദ്യം, എക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ ബിയുടെ ഇരട്ടി സമയവും സിയുടെ 3 ഇരട്ടി സമയവും ആവശ്യമാണ്. ഇവർ 3 പേരും ഒരുമിച്ച് ജോലി ചെയ്താൽ 2 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ബിക്ക് തനിച്ച് ആ ജോലി ചെയ്തു തീർക്കാൻ എത്ര സമയം ആവശ്യമാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എക്ക് ജോലി ചെയ്തു തീർക്കാൻ ബിയുടെ ഇരട്ടി സമയം ആവശ്യമാണ്. അപ്പൊ ഇതിൽ ആരാണ് കൂടുതൽ എഫിഷ്യന്റ്? ബി ആണ് എഫിഷ്യന്റ്. കാരണം ബി ചെയ്യുന്ന സമയത്തിന്റെ ഇരട്ടി സമയം കൊണ്ടാണ് എ ജോലി ചെയ്തു തീർക്കുന്നത്. അപ്പൊ എയുടെ എഫിഷ്യൻസി 1 ആണെങ്കിൽ ബിക്ക് അതിന്റെ ഇരട്ടി എഫിഷ്യൻസി ഉണ്ട്. കാരണം ബി എയുടെ പകുതി സമയം കൊണ്ട് ചെയ്തു തീർക്കും. ഇതേപോലെ തന്നെ സിക്കാണെങ്കിൽ 3 ഇരട്ടി എഫിഷ്യൻസി ഉണ്ട്. കാരണം സിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എ ആ ജോലി 3 ഇരട്ടി സമയം എടുത്താണ് ചെയ്യുന്നത്. അതായത് എയേക്കാൾ 3 ഇരട്ടി എഫിഷ്യന്റ് ആണ് സി. അപ്പൊ സിയുടെ എഫിഷ്യൻസി എത്രയാണ്? 3 ആണ്. ഓക്കെ, അതൊന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ ഐഡിയ കിട്ടും. ഓക്കെ, എയുടെ എഫിഷ്യൻസി 1 ആണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി 2 ആണ്, സിയുടെ എഫിഷ്യൻസി 3 ആണ്. ഇനി നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് ജോലി ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു സമയം. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻ. ആകെ ചെയ്ത ജോലി എഫിഷ്യൻസി ഇൻറ്റു സമയം. അപ്പോൾ ഇതിന് 2 കേസ് പറഞ്ഞിട്ടുണ്ട്. 3 പേരും ഒരുമിച്ച് ജോലി ചെയ്താൽ, 3 പേരും ഒരുമിച്ച് ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി എത്രയാണ്? 3 കൂടെ കൂട്ടിയതാണ്. 1 + 2 + 3. അതായത് അവിടെ എഫിഷ്യൻസി 6 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ജോലി എത്ര സമയം കൊണ്ട് തീരും എന്നാണ് പറഞ്ഞത്? 2 ദിവസം കൊണ്ട് തീരും. 6 × 2 = 12. അപ്പോൾ ആദ്യത്തെ കേസിൽ 6 × 2 = 12 എന്നുള്ളതാണ് ഇക്വേഷൻ. എഫിഷ്യൻസി 6 ആണ്, കാരണം 3 പേരും ഒരുമിച്ച് ജോലി ചെയ്തു. എത്ര സമയം കൊണ്ട് ചെയ്തു? 2 ദിവസം കൊണ്ട് ചെയ്തു. അപ്പൊ ടോട്ടൽ ജോലി 12 ആണ്. ഇനി നമ്മളോട് ചോദിച്ചത് ബിക്ക് തനിച്ച് ആ ജോലി ചെയ്യാൻ എത്ര സമയം ആവശ്യമാണെന്നാണ് ചോദ്യം. അപ്പൊ ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 2 ആണ്. ബിയുടെ എഫിഷ്യൻസി 2 ആണെങ്കിൽ ഈ എഫിഷ്യൻസിയുടെ സ്ഥലത്ത് നമ്മൾ എത്ര കൊടുക്കണം? 2 കൊടുക്കണം. എത്ര സമയം വേണമെന്നാണ് ചോദിച്ചത്, അത് കണ്ടുപിടിക്കണം. അതുകൊണ്ട് അവിടെ സമയത്തിന്റെ ടി തന്നെ ഇട്ടു. വർക്ക് എത്രയാണ്? വർക്ക് അതേ ജോലി ആയതുകൊണ്ട് വർക്കിൽ മാറ്റമില്ല. വർക്ക് 12 തന്നെ ഇട്ടു. അപ്പൊ നമുക്ക് ടി കണ്ടുപിടിക്കാമല്ലോ. ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 6 ദിവസം വേണം. ബി ഒറ്റയ്ക്കാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഈ സെയിം ജോലി ചെയ്തു തീർക്കാൻ 6 ദിവസം വേണം. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ സി ഒറ്റയ്ക്കാണെങ്കിലുള്ള കാര്യം കൂടെ ചെയ്തു നോക്കാം. അപ്പൊ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. സിയുടെ എഫിഷ്യൻസി എത്രയാണ്? 3 ആണ്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം. വർക്കിൽ മാറ്റമില്ല, സെയിം വർക്ക് തന്നെയാണ്. അപ്പൊ ഇവിടെ 12. എഫിഷ്യൻസി സിയുടെ എത്രയാണ്? 3 ആണ്. അപ്പൊ 3 × ടി. അപ്പൊ ടി കണ്ടുപിടിക്കാൻ ഈ 3നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. 12 ഡിവൈഡ് ബൈ 3 = 4. ഇനി സി ഒറ്റയ്ക്കാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി തീരും? 4 ദിവസം കൊണ്ട് ജോലി തീരും.